ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി രസമാണ്. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം കൂടിയാണ് രസം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള രസമാണ്. പിന്നെ രസം സദ്യ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനും വെറുതെ കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഈ രസം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള രസമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇതുപോലെ ഒരു രസം ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു 2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. അതൊന്ന് പതുക്കെ ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ട്. അതിന് ശേഷം 3-4 ചോള വെളുത്തുള്ളിയും ഒരു 5-6 ചുമന്നുള്ളിയും ഇട്ടിട്ട് ഒരു പച്ചമുളക്, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അത് കാരണം ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, വലുതാണ്. അതും എടുത്തൊന്ന് ചതച്ച് വെക്കണം. അരഞ്ഞു പോകരുത്, ചതച്ച് വെക്കണം. 2 തക്കാളി എടുത്തിട്ടുണ്ട്, നല്ല പഴുത്ത തക്കാളിയാണ്. അത് കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ഒരു പുളി എടുത്തിട്ടുണ്ട്. പുളി ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇതായപ്പം നല്ലോണം തിരുമ്പി പിഴിഞ്ഞ് അതിൻ്റെ പുളിയുടെ നീരെടുത്തിട്ടുണ്ട്. അതും ആ പുളിയുടെ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്, തക്കാളിയുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഉടച്ചെടുക്കണം. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം. ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 2 മുളക്, ഉണക്കമുളക് ഒന്ന് 2 ഇട്ടിട്ട് അതും ഇട്ട് കൊടുക്കുക. 2 മുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ കുരുമുളക്, ഈ ജീരകം എല്ലാം കൂടെ പൊടിച്ച കൂട്ടുണ്ടല്ലോ, ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല മണമായിരിക്കും ഇതിൻ്റെയൊക്കെ, കുരുമുളകിൻ്റെ ജീരകത്തിൻ്റെയൊക്കെ നല്ല മണം വരും. ഇത് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം, 1/2 ടീസ്പൂൺ കായപ്പൊടി ഇടണം. കായപ്പൊടി ഇടണത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി. കായപ്പൊടിയും ഇടണം. അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഈ പുളിവെള്ളം തക്കാളിയും കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഉടച്ച് വെക്കണം. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. രസം ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് രസം ഉണ്ടാക്കിയെടുക്കാം. അത്ര എളുപ്പമാണ്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വെള്ളമാണ്. അതും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് നല്ലോണം തിളച്ച് വരണം. നല്ലോണം തിളച്ച് വരുമ്പോൾ ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഇതൊക്കെ കറക്റ്റായിരിക്കും. ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഒരു പിടി മല്ലിയില, ഒരു പിടി മല്ലിയിലയും കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ അത് മൂടി വെക്കുക. നല്ല സൂപ്പർ ടേസ്റ്റുള്ള രസമാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു രസം ഉണ്ടെങ്കിൽ വേറൊരു കറീൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ രസം. വെറുതെ ആണെങ്കിലും നമുക്ക് കുടിക്കാം. വയറിനൊക്കെ നല്ലതാണ് രസം. അത്ര നല്ല ടേസ്റ്റാണ് ഈ രസത്തിന്. ഇതുപോലെ ഒന്ന് എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ സദ്യക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു രസമാണിത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.